ഇനിയും എറണാകുളം ബ്രഹ്മപുരത്തേക്കാണ്. അവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലം ജനവാസ മേഖലയിലേക്ക് എത്തുന്നുവെന്ന് പരാതി. സ്വകാര്യ ഫ്ളാറ്റിൽ നിന്നാണ് കക്കൂസു മാലിന്യമടക്കം പുറത്തേക്ക് തള്ളുന്നത്. ജലാശയങ്ങളും മണ്ണും മലിനമായതോടെ നാളുകൾ നീണ്ട പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജീവിക്കാനാണ് ഈ സമരം. ഈ ഫ്ലാറ്റിൽ നിന്ന് ഉള്ള വെള്ളങ്ങളും ഇതെല്ലാം നമ്മുടെ വേലിക്കകത്തേക്കും കെൻറ്റിലേക്കും ഈ ചുറ്റുവട്ടം കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും കെൻറ്റിലേക്കും ആണ് പോണത്. വെള്ളം കുടിക്കാൻ കൊള്ളൂല. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പൈസയൊക്കെ തന്നാണ് നമ്മൾ മേടിക്കുന്നത്. നമുക്ക് വേറെ പിന്നെ ഈ നാട്ടുകാർക്കിടെ അയൽവാസികൾക്കിടെയൊക്കെ ഇതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോണ്. എനിക്ക് അറ്റാക്കൊക്കെ വന്ന് ഇതിലെ ബ്ലോക്ക് വന്ന് അങ്ങനെയൊക്കെ ജീവിക്കണം. അമ്മ 90 വയസ്സായ അമ്മയാണ്. ഞങ്ങൾക്ക് ആ മക്കളൊന്നുമില്ല. വെള്ളം കുടിക്കാൻ കൊള്ളൂല ഞങ്ങൾക്ക്. കോടതി പറഞ്ഞ്, പഞ്ചായത്ത് പറഞ്ഞ്, ഹെൽത്ത് സെൻ്ററിൽ നിന്ന് വന്നു, എല്ലാവരും അവരോട് പറഞ്ഞു. ഇവരെന്ത് ഭാവിച്ച ഈ ചുറ്റുവട്ടം കിടക്കുന്ന ആൾക്കാരെ നശിപ്പിച്ചിട്ടാണ്. അവർക്ക് എന്തെങ്കിലും അതിന് മാർഗം കാണാൻ പാടില്ലേ. ജനിച്ചു വളർന്ന മണ്ണും വെള്ളവും മലിനമായി ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയെത്തിയപ്പോഴാണ് ഈ പ്രതിഷേധം. ഒരിറ്റ ശുദ്ധജലത്തിനായി 10 വർഷത്തോളമായി ഈ നാട്ടുകാർ കയറിയിറങ്ങാത്ത, പരാതി നൽകാത്ത ഇടങ്ങളില്ല. 1500ഓളം പേർ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിടുന്നത്. പുത്തൻകുരിശു പഞ്ചായത്തിലെ 1-ാം വാർഡിലും കുന്നത്തുനാട് പഞ്ചായത്തിലെ 19-ാം വാർഡിലുമായി 450-ലധികം പേരാണ് വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്നത്. സേവ് ബ്രഹ്മപുരം എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പ്രതിഷേധങ്ങൾ ഒരുപാട് നടത്തി. കോടതിയെ സമീപിച്ചു. കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും മാലിന്യം ഒഴുക്കിവിടുന്നതിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ. നിയമ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടാണ് ഈ ഫ്ളാറ്റിന്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇതിന്റെ അകത്തില്ല. ഇതിന്റെ 6 ടവറാണുള്ളത്. 6 ടവറിൽ ഒരു ടവറിന് മാത്രമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വെച്ചുകൊണ്ട് ഈ 6 ടവറിലെ 480 ഫാമിലിയും ജനങ്ങളെ തിങ്ങിപ്പാർപ്പിച്ചുകൊണ്ട് ഇത് അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. സ്വിമ്മിംഗ് പൂള്, ഇതിൻ്റെ 2ാമത്തെ ഫ്ലാറ്റിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂള് സഹിതമുണ്ട്. ഈ സ്വിമ്മിംഗ് പൂള് സഹിതം അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ട് കക്കൂസ് മാലിന്യം മാത്രം ഈ ജനവാസ മേഖലകളിലേക്കും ഈ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന കിണറുകളിലേക്കും കൈത്തോടുകളിലേക്കും ഒഴുക്കി വിട്ടുകൊണ്ട് ഇവരോട് ചോദിച്ചാൽ ഇവർ പറയും ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ധിക്കാരപരമായ നടപടിയായി മുന്നോട്ട് പോകുന്നു. സമീപത്തെ കിണറുകളിലെ പരിശോധനയിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കൂടാതെ അണുബാധയും കൊതുകിന്റെ ശല്യവും. മഴക്കാലമായതോടെ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കാനും തുടങ്ങി. ഒരു ദിവസം ഏകദേശം 3 ലക്ഷം ലിറ്ററോളം ഇവർ ഉപയോഗിച്ച വെള്ളമാണ് പുറത്തേട്ട് വിടുന്നത്. ഈ വെള്ളം ഇവിടെ ചാടി ഇത് നേരെ പാടശേഖരങ്ങളിലേക്ക് വന്ന് അവിടെ നിന്നാണ് കടമ്പ്രയാറിലേക്ക് ഒഴുകണം. ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു കുടിവെള്ള സ്രോതസ്സാണ്. അപ്പോൾ ഏകദേശം ഈ പാടത്തിൻ്റെ അക്കരെയുള്ള വീട്ടിലെ ഒരു കിണറിലെ വെള്ളം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വരെ ഈക്കോളി ബാക്ടീരിയയുടെ അംശങ്ങൾ കണ്ടെത്തി. മലിനജലമല്ല, ഫിൽട്ടർ ചെയ്ത വെള്ളമാണ് പുറന്തള്ളുന്നതെന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ. പക്ഷേ മൂക്കുപൊത്താതെ സമീപത്തുകൂടി നടക്കാനാവില്ല എന്നുള്ളതാണ് സത്യം. വർഷങ്ങളായി ഈ ജനത ഇങ്ങനെ കേഴാൻ തുടങ്ങിയിട്ട് നിരവധി പരാതികൾ നൽകി, പ്രതിഷേധങ്ങൾ നടത്തി, പോലീസ് ഇടപെട്ടു, പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടു. പക്ഷേ യാതൊരു പ്രയോജനവുമില്ല, പരിഹാരമായിട്ടേയില്ല. ഇനി എങ്ങനെ എന്നാണ് ഇവർ ചോദിക്കുന്നത്. സജിൽ ഗുരുവായൂരിനൊപ്പം ലിഡിയ ജേക്കബ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.